കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ ഒരു വീട്ടമ്മ മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വളാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി രാജൻ മാസ്റ്റർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. DKTF ജില്ലാ പ്രസിഡന്റ് KV ഉണ്ണികൃഷ്ണൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് പറശ്ശേരി ഹസൈനാർ, ബ്ലോക്ക് ഭാരവാഹികളായ KT ബാപ്പു, റൌഫ് മൂച്ചിക്കൽ, വത്സൻ ബാബു, N അലീഷ്, ശ്രീകുമാരൻ മാസ്റ്റർ, VT മുസ്തഫ, ഷബാബ് വക്കരത്ത്, P മുസ്തഫ എന്ന മുത്തു, അഡ്വക്കേറ്റ് ജമാൻ, അജേഷ് പട്ടേരി തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിർദ്ദേശപ്രകാരം എല്ലാ മണ്ഡലം കമ്മിറ്റികളിലും ഇതുപോലുള്ള പ്രതിഷേധ ജാഥകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു വിഷയം മാത്രമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ആ കുടുംബത്തെ സർക്കാർ ദത്തെടുക്കുക, ആ കുടുംബത്തിന് ഒരു കുട്ടിക്ക് ജോലി കൊടുക്കുക, ആ കുടുംബത്തിന് 25 ലക്ഷം രൂപ സഹായം നൽകുക തുടങ്ങിയ ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇതുവരെ ഒരു മന്ത്രി പോലും ആ കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ മുഖ്യമന്ത്രി ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് അമേരിക്കയ്ക്ക് അതിനായി നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളും അപകടങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ, അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ, സത്യസന്ധമായ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ, അദ്ദേഹം കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും പൈസ മുടക്കി ഓപ്പറേഷന് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയും അങ്ങനെ ഓപ്പറേഷൻ ചെയ്യുകയും അവസാനം ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ തുറന്നു പറയുകയും ചെയ്തു. ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ ഡോക്ടർ, ഒരു ഇടതുപക്ഷ കുടുംബത്തിലെ ഡോക്ടറായിട്ട് പോലും മുഖ്യമന്ത്രിയെ വളരെയധികം ദുരിതമായി കാണുന്ന ഒരു ഡോക്ടറായിട്ട് പോലും അദ്ദേഹത്തിന് ആരോഗ്യവകുപ്പിലെ കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു. കാരണം ഓപ്പറേഷന് വേണ്ട സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഓപ്പറേഷൻ മാറ്റിവെക്കുന്ന സാഹചര്യം, രോഗികളെ പറഞ്ഞുവിടേണ്ട സാഹചര്യം. കണ്ടില്ലേ, സൈബർ അറ്റാക്കിംഗ് നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫിനെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളതിന് ഗവൺമെന്റ് നമ്മൾക്ക് തരുന്ന മെസ്സേജുകളാണ് ഓരോ കോളിനിടവേളയിലും ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, വലിയ വലിയ കമ്പനികളൊക്കെ ഇപ്പോൾ മികച്ച സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഡാറ്റകൾ ഹാക്ക് ചെയ്യാനും അതിലേക്ക് കടന്നു കയറി അതിനെ ലീക്ക് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ തങ്ങളുടെ കമ്പനിയെ പ്രൊട്ടക്ട് ചെയ്യാൻ മികച്ച സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസ് ആവശ്യമാണ്. ഇത് നല്ല പാക്കേജുള്ള ഒരു ജോലി സാധ്യതയായി, കരിയർ ഓപ്ഷനായി ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെ നിന്നാണ് നമ്മൾ ഈ കോഴ്സ് പഠിക്കേണ്ടത്? എംപയർ കോളേജ് ഓഫ് സയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന BCA സൈബർ സെക്യൂരിറ്റി ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന കോഴ്സ് ഇൻഡസ്ട്രി എക്സ്പേർട്സിന്റെ കൂടെ നിങ്ങൾക്ക് 100% പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ പഠിക്കാൻ വേണ്ടി പറ്റും. ഇന്ത്യയിലും വിദേശത്തുള്ള ടോപ്പ് കമ്പനികളിലാണ് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് സാധ്യത ഉറപ്പ് നൽകുന്നത്. NACന്റെ A+ ഉള്ള യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനോട് കൂടി പഠിക്കാൻ എൻറോൾ നൗ അറ്റ് എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.